ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനമായി ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കോട്ടയം പാർലമെന്റ് അംഗം ശ്രീ കെ ഫ്രാൻസിസ് ജോർജ് എം പി കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ എൽദോസ് എബ്രഹാം സ്വാഗതം ആശംസിച്ച യോഗത്തിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ആശാ സനൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയ് മികച്ച കർഷകരെ ആദരിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ മോളി എബ്രഹാം, ജിനി ജിജോയ്, മാജി സന്തോഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി ജോസഫ്, ജയശ്രീ സനൽ, സുരേഷ് ജോസഫ്, സുമോൻ ചെല്ലപ്പൻ, സുജിത സദൻ, CDS ചെയർപേഴ്സൺ ശ്രീമതി വത്സ വർഗീസ്, ജോൺ പീറ്റർ, സിജുമോൻ പുല്ലുംപറയിൽ, ജോയി ജോസഫ്, റോയി വർഗീസ്, പ്രശാന്ത് PG, അജി MK, ഗുരു മിത്രൻ S തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ ഇനങ്ങളായി കർഷകരെ ആദരിച്ചു. കിട്ടണം, അതല്ലെങ്കിൽ നമ്മൾ മറ്റു രീതിയിൽ വാങ്ങണം. ഈ ഓണക്കാലത്ത് നമ്മളുടെ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് പുറത്തായ മുൻഗണനാക്രമത്തിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ 5 കിലോ അരി കൂടുതലായി വേണം. ഈ ടൈൽ ഓവർ സംവിധാനത്തിൽ 8 രൂപ 30 പൈസ വെച്ച് 1 കിലോയ്ക്ക് നമ്മൾ കൊടുത്ത് വാങ്ങാനായിട്ടുള്ള അഡീഷണൽ അലോട്ട്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്തു, അത് FCIയിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കും, അതല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടയിലെ അനുസരിച്ചുള്ള 6 മാസത്തേക്കുള്ളത് മുൻകൂറായി എടുക്കും. മുൻകൂറായി എടുത്ത് ഓണക്കാലത്ത് വിതരണം ചെയ്താൽ അത് ഓണം കഴിഞ്ഞ് കഴിയുമ്പോൾ വരുന്ന 6 മാസം എന്ത് കൊടുക്കും എന്നുള്ള പ്രശ്നം നമുക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധിയാണ് കേരളം നേരിടുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം നമ്മളുമായി കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു അലിഖിത കരാർ എന്ന് പറയുന്നത് ഇവിടെ ഈ നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉത്പാദിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഭൂപ്രദേശവും കാലാവസ്ഥയുമുള്ള കേരളത്തിൽ അത് ഉത്പാദിപ്പിക്കുക, അതിലൂടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട വിദേശ നാണ്യം നേടുക. നമ്മളിതെല്ലാം കയറ്റി അയച്ച് വിദേശ നാണ്യം നേടിക്കൊണ്ടിരുന്നത് കേരളമാണ്. കേരളത്തിലുള്ള ഈ ഉൽപ്പന്നങ്ങളാണ്. ഇന്നിപ്പോ നമ്മൾ മനുഷ്യ വിഭവശേഷി കയറ്റി അയക്കുന്നു. പക്ഷെ ഇന്നും നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന ഈ നാണ്യവിളകളും സുഗന്ധവ്യഞ്ജനങ്ങളും നമ്മളുടെ വിദേശ നാണ്യ ശേഖരത്തിൽ വളരെ നിർണായകമായ സ്ഥാനമാണ് വഹിക്കുന്നത്.